ഹലോ ഫ്രണ്ട്സ്, ഇതിനിടെ ഫസ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് ആഷിയുടെ എപ്പിസോഡ് നമ്പർ 8 ആണ്. കുറച്ച് ദിവസം കൊണ്ട് വീഡിയോ ഇല്ലായിരുന്നു, എനിക്കറിയാം. കാരണം ഞാൻ എപ്പോഴത്തേയും പോലും മടി പിടിച്ചിരുന്നതല്ല, എൻ്റെ പെറ്റ് മരിച്ചുപോയി. സോ ദാറ്റ്സ് വൈ. സോ നമുക്ക് നേരെ നമ്മളുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഈ എപ്പിസോഡിലേക്ക് പോകുന്നതിന് മുമ്പ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ എന്താ കണ്ടതെന്ന് നമുക്കൊന്ന് പറയാം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളുടെ ഹീറോയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ നിൽക്കുമ്പോൾ ഡാറ്റ പറയുന്നുണ്ടായിരുന്നു ഹീറോ ചെയ്യുന്നതെല്ലാം തെറ്റാണ്, ഹീറോയ്ക്ക് ഒരിക്കലും പ്രോ പ്ലെയർ ആകാൻ കഴിയത്തില്ല, അവൻ ചെയ്യുന്നതിൽ ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ട്, അതെല്ലാം അവൻ മാറ്റേണ്ടതായിട്ടുണ്ടെന്ന്. അതെന്താ എങ്ങനെ എല്ലാം നമുക്ക് ഈ എപ്പിസോഡിൽ കാണാം. ഈ എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ പാരൻസ് സംസാരിക്കുന്നതാണ് നമ്മൾ കാണിക്കുന്നത്. പാരൻസ് ഒക്കെ പറയുന്നുണ്ട് എന്ത് പാവാണ്, ആ ചെക്കന് ബോൾ പോലും കിട്ടുന്നില്ല എന്ന്. ഡാറ്റ പറയാണ് ഇനിയാണ് ശരിക്കും ഗെയിം തുടങ്ങുന്നത്, ഇപ്പോഴേ ടീമിൻ്റെ അറേഞ്ച്മെൻറ്റ് പ്രോപ്പറാണ്. ഹീറോ അവിടെ ഒരു അൺവാണ്ടഡ് സബ്സ്റ്റൻസ്, അതായത് വേണ്ടാത്തൊരു സാധനം ആയി നിന്നു എന്നവനിപ്പോൾ തോന്നി തുടങ്ങിയിട്ടുണ്ട്. അത് ശരിക്കും അങ്ങനെ തന്നെയാണ്, അവനെ ഇപ്പോൾ ടീം അങ്ങനെയാണ് കാണുന്നത്. അപ്പം നമ്മുടെ ഹീറോയുടെ അടുത്ത് അസാരി വന്ന് സംസാരിക്കുകയാണ്. അസാരിയെ കണ്ടതും ഡാറ്റ സംസാരിക്കാൻ തുടങ്ങുകയാണ്. അസാരി വന്ന് ഹീറോനോട് പറയാണ്, കഴിഞ്ഞ ഒരു ഗെയിമിൽ നീ എന്നെ വെറും യൂസ്ലെസ്, അതായത് ഒരാവശ്യവും ഇല്ലാത്തൊരു സാധനം ഗ്രൗണ്ടിൽ നിൽക്കുന്നത് പോലെ തോന്നിച്ചു, പക്ഷേ അത് വെറും ഒരു കളി, ലൈക്ക് ഭാഗ്യപരീക്ഷണമായിരുന്നു അല്ലേ, എനിക്ക് അപ്പോഴേ അറിയായിരുന്നു, അല്ലേലും തന്നെ നീ അങ്ങനെ എന്നെയൊക്കെ തോൽപ്പിക്കാൻ. ബൈ ദ വേ ഒന്നും കൂടെ നമുക്ക് പരിചയപ്പെടാം, എൻ്റെ പേരാണ് അസാരി മാർക്കസ്. ഇത് കണ്ട് നമ്മൾ ഡാറ്റ പറയാണ്, അസാരി അവനൊരു പ്രത്യേകതരം പ്ലെയറാണ്, അവന് ബാക്കിയുള്ള ആൾക്കാരുടെ മെൻറ്റാലിറ്റി മനസ്സിലാകും, അതുകൊണ്ട് തന്നെ ബോൾ റീറ്റെയിൻ ചെയ്തെടുക്കുന്നതിൽ, ബോൾ എങ്ങനെ മൂവ് ചെയ്യണം എന്നുള്ളതിൽ അവൻ സൂപ്പറായിട്ട് തന്നെ വെൽ പ്ലാൻഡ് ആയിട്ട് കളിക്കുന്ന ഒരാളാണ്. അപ്പോഴത്തേക്കും യൂമ ബോൾ കൊണ്ടുപോവാണ്. ഹീറോ വിചാരിക്കണം അസാരി പറഞ്ഞതിന് ഞാൻ അവനൊരു മറുപടി കൊടുത്തിരിക്കുന്നു. അങ്ങനെ ഹീറോ മുമ്പോട്ട് പോയിട്ട് യൂമയോട് ബോൾ എനിക്ക് പാസ് ചെയ് എന്ന് പറയുമ്പോൾ യൂമ പറയാണ്, എടാ നീ എന്തിനാ ഇതിൻ്റെ ഇടയ്ക്ക് കയറിയേ, നിന്നെ ഇവിടെ ആരും വിളിച്ചില്ലല്ലോ, ഇതല്ലായിരുന്നു ഞങ്ങളുടെ പ്ലാൻ, മാറി നിൽക്കുക അവിടെ നിന്ന് എന്ന് യൂമ പറയാണ്. ഹീറോയ്ക്ക് ആകെ വല്ലാതെ തോന്നാണ്, അതെന്താ എന്നോട് മാറി നിൽക്കാൻ പറയുന്നതെന്ന്. അപ്പം യൂമയാണെങ്കിൽ കുറോമയ്ക്ക് പാസ് ചെയ്യാനായിട്ടാണ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ യൂമ എന്ത് ചെയ്യുന്നില്ല, ഹീറോ പറയുന്നത് ഒന്നും തന്നെ കേൾക്കുന്നോ ഇല്ല. അപ്പോൾ ഇവിടെ ഡാറ്റ പറയാണ് ഇപ്പം യൂമ കളിക്കുന്നത് പ്രോപ്പറായിട്ടാണെന്ന്. അതേസമയം യൂമ കാണാണ് ടൊഗോഷി ഓടി വരുന്നത്. അതേപോലെ ഡാറ്റ ഇവിടെ പറയാണ് ഇപ്പം എല്ലാ പ്ലേയേഴ്സും അവരുടെ സ്പിരിറ്റിലേക്ക് കയറിയിട്ടുണ്ട്, ഒരാൾ മാത്രം കയറിയിട്ടില്ല എന്ന്, അത് നമ്മളുടെ അയോയാണ്. എന്നിട്ട് ഡാറ്റ പറയുന്നുണ്ട് ശരിക്കും ഇപ്പോൾ ഇവിടെ കളിക്കാൻ പോകുന്ന യൂമ അവൻ നമ്മളുടെ ടീമിൽ തന്നെ ഭയങ്കര വലിയ ഒരു ചലഞ്ചറാണ്. കാരണം കഴിഞ്ഞ ഗോൾ അവോ അടിച്ചതും ഉൾപ്പെടെ യൂമയുടെ പ്ലാനായിരുന്നു. കാരണം യൂമയാണ് കറക്റ്റ് സമയത്ത് അവോ പറയാതെ തന്നെ ബോൾ പാസ് ചെയ്ത് കൊടുത്തത്. അങ്ങനെ നമ്മളുടെ യൂമ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ബോൾ ആണെങ്കിൽ നമ്മളുടെ ടൊഗേഷിക്ക് പാസ് ചെയ്യുന്നുണ്ട്. ടൊഗേഷിക്ക് പാസ് ചെയ്യുമ്പോൾ യൂമ ആലോചിക്കുന്നുണ്ട്, ഞാൻ ഫോർവേഡ് വരാൻ എല്ലാവരോടും കമാൻഡ് ചെയ്തപ്പോൾ ടൊഗേഷി അത് കേട്ട് എൻ്റെ കമാൻഡ് അനുസരിക്കുന്നുണ്ടായിരുന്നു എന്ന്. അതെ, അവനും അനുസരിച്ച് മുമ്പിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് പറയാണ് ഇതാണ് നമ്മളുടെ ഹീറോയ്ക്കും അതുപോലെ തന്നെ യൂമയ്ക്കും തമ്മിലുള്ള വ്യത്യാസം. അതായത് യൂമ കമാൻഡ് കൊടുക്കും, ഹീറോ കമാൻഡ് കൊടുക്കത്തില്ല. ഹീറോയ്ക്ക് എന്താ അവൻ്റെ മനസ്സിലുള്ളേ എന്നാ മൊമെൻറ്റിൽ പറയാൻ പറ്റത്തില്ല. ആൾക്കാർ അതിനനുസരിച്ച് അവൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് സ്വന്തമായിട്ട് മനസ്സിലാക്കി ചെയ്യണം. പക്ഷേ ബാക്കി നമ്മളുടെ യൂമയാണെങ്കിലോ ഒന്നിച്ച് കോർഡിനേറ്റ് ചെയ്താണ് വർക്ക് ചെയ്യുന്നത്. അതിൻ്റേതായിട്ടുള്ള ഒരു ബെനിഫിറ്റും അവൻ്റെ ടീമിന് ഉണ്ടാവും എന്ന് പറയാണ്. യൂമ സൂപ്പറാണ്, യൂമ കാരനാണ് കഴിഞ്ഞ ഗോളും ഈ ടീം അടിച്ചിരിക്കുന്നത് എന്ന് നമ്മളുടെ ഡാറ്റ പറയാണ്. ഹീറോ ആകെ സ്റ്റണ്ണാവാണ്. എന്താണ് ചെറുപ്പം തൊട്ടേ ഹീറോയ്ക്ക് ഇങ്ങനെ തോന്നാറുണ്ട്, അതായത് അവനെ ആരും കളിക്ക് കൂട്ടാറില്ലെന്ന്. അന്നൊക്കെ അവൻ തോന്നിയിട്ടുണ്ടായിരുന്നത് അവൻ സെൽഫിഷ് ആയതുകൊണ്ട് ആരും അവനെ കളിക്ക് കൂട്ടാത്ത. ഇപ്പോഴും അത് തന്നെയല്ലേ നടക്കുന്നത്. ഞാനിവിടെ നിന്നുകൊണ്ടാണോ ഇനിയിപ്പോൾ അസാരിക്കോ കുറോമയ്ക്കോ യൂമയ്ക്കോ ബോൾ പാസ് ചെയ്യാൻ പറ്റാതിരുന്നത്? ഞാൻ ശരിക്കും ഇവിടെ നിൽക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു? ഞാനൊരു മതിലായിരുന്നോ, ഞാൻ തടസ്സമായിരുന്നോ എന്ന് ഇവിടെ ഹീറോ ആലോചിക്കുകയാണ്. അതിനുശേഷം ഡാറ്റയെ വിളിച്ചിട്ട് ടീമിലേക്ക്, അതായത് നമ്മുടെ ടക്സിയ ഫുക്കുജാന്റെ ടീമിലേക്ക് ആരെയാണ് എടുത്തതെന്ന് ചോദിച്ചാൽ അത് നമ്മളുടെ യൂമേനെയാണെന്ന് പറയാണ്. ഹീറോ ഒരുപാട് ആഗ്രഹിച്ച പദവി ഇന്ന് യൂമ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഈസി ആയിട്ട് വാങ്ങിയിട്ട് പോയി, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നും പറഞ്ഞ് ഹീറോ വിഷമിച്ചിരിക്കുമ്പോഴാണ് ട്രൈ ഔട്ട്സിൽ വന്ന അകത്സു ഹീറോ എടുത്ത് വരുന്നത്. അന്ന് അകത്സു വന്ന് കൈ കൊടുത്തതാണ് ഹീറോയ്ക്ക് ഓർമ്മ വരുന്നത്. ഇവനെ കാണുമ്പോൾ ഒരു എനിമിയെ പോലാണ് ഹീറോ ട്രീറ്റ് ചെയ്യുന്നത്. അകത്സു പറയണു, എടാ ചെറുക്കോ നീ എന്തെന്നും പറഞ്ഞാൽ ഇങ്ങോട്ട് കയറി വന്നത്, ഞാനും കണ്ടു ടക്സിയുടെ കൂടെ ഇരുന്ന് നിന്റെ മാച്ച്, എന്തിനു കൊള്ളായിരുന്നു, നീ വലിയ ആളാണെന്ന് ട്രൈ ഔട്ട്സ് കാണിക്കുന്നുണ്ടല്ലോ
എന്നിട്ട് നിനക്ക് എന്താ പറ്റിയേ? നിനക്കെന്താ എല്ലാവരും ആവശ്യമുള്ള കറികൾ കൊണ്ട് വിളമ്പിത്തരുമെന്ന് വിചാരിച്ചോ? എന്നാ വിളമ്പിത്തരത്തില്ല. നിനക്ക് വേണമെന്നത് നീ ചോദിച്ച് പഠിക്കണം. അതാണ് ശരിക്കുമുള്ള പ്ലെയേഴ്സ്. ആരും നിനക്ക് ഇന്ന ചാപ്റ്ററിൽ ഇത്ര പോർഷൻസ് ഈയൊക്കെ ടോപ്പിക്ക് എന്നും പറഞ്ഞ് പഠിപ്പിച്ച് സ്പൂൺ ഫീഡ് ചെയ്ത് തരാനേ നീ പഠിക്കുന്ന സ്കൂളല്ല ഇത്, ഫുട്ബോളാ എന്ന് പറഞ്ഞിട്ട് അക്കറ്റ്സ് പോവാണ്. നമ്മളുടെ ഹീറോയ്ക്ക് അത് ആലോചിക്കുമ്പോൾ ശരിയാണ്. അവൻ ആരും എന്ത് ചെയ്യത്തില്ല, വന്ന് പറഞ്ഞു തരത്തില്ല, എടാ ഇതൊക്കെ ഇതൊക്കെയാണ് നിന്റെ മിസ്റ്റേക്സ്. ശരിയാണ്, അക്കറ്റ്സ് പറഞ്ഞത് വളരെ ശരിയായിട്ടുള്ള കാര്യമാണ്. കൂടാതെ അക്കറ്റ്സ് പോകുന്ന സമയത്ത് ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. നിന്നെ പോലെ വർഷം കുറെ പിള്ളേരാണ് ഇവിടെ വരുന്നത്. ഒരു കാര്യമില്ലെന്ന് പറയാമല്ലോ. കാരണം എന്ന് വെച്ചാൽ അവർ നിനക്ക് ആരാ പൈസ തന്നെ? അവരെ നീ ഒന്ന് ഓർത്ത് നോക്ക്. ഇപ്പം അവരെന്തായിരിക്കും ആലോചിക്കുക? അവിടെ പോയി തകർക്കായിരിക്കുന്നു. പക്ഷേ നമുക്കല്ലേ അറിയാം നീ ഒന്നും ചെയ്യുന്നില്ല എന്ന്. അതുപോലെ കുറേ എണ്ണം ഇവിടെ വരും. അതും ഇതും തട്ടി 2 ബോൾ അങ്ങോട്ടും തട്ടി ഇങ്ങോട്ടും തട്ടി അവസാനം ഒരു വേസ്റ്റായിട്ട് അവന്മാരൊക്കെ ഇവിടെ നിന്ന് പോവും. ടീമിന് തന്നെ യൂസ്ലെസ് ആയിട്ട് നിൽക്കുന്ന മതിലുകൾ പോലെ നിന്ന് തടസ്സമായിട്ട് നിൽക്കാൻ നിനക്ക് നാണമുണ്ടോ? നീ കളിച്ച് വലമൊക്കെ കാണിച്ചു വെക്കാൻ നോക്ക്. അല്ലാതെ നീ ഇങ്ങനെ നിന്ന് വെറുതെ നിൽക്കാനേ പറ്റത്തുള്ളൂ. നിനക്കാരും വന്ന് പറഞ്ഞു തരാൻ പോകുന്നില്ല. നീ വല്ലയിടത്തും ചോദിച്ചാൽ മാത്രമേ പറഞ്ഞുതരൂ. പറഞ്ഞു തരാൻ ഇങ്ങോട്ട് വരാൻ നീ എന്താന്നാ നീ വിചാരിച്ചേ? ചെറുക്ക എന്നും പറഞ്ഞിട്ട് നമ്മളുടെ അക്കറ്റ്സു പോവാണ്. ഹീറോയ്ക്ക് അത് വല്ലാണ്ട് ഹേർട്ടാവാണ്. പക്ഷെ അക്കറ്റ്സു ഹീറോനെ എന്ത് ചെയ്യാണ്, മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലാണ് എന്താണോ പറഞ്ഞത്. പക്ഷെ അവൻ പറഞ്ഞത് കാര്യമാണ്. അപ്പോഴത്തേക്കും നമ്മളുടെ ഹീറോയ്ക്ക് ഒരു മോട്ടിവേഷൻ കിട്ടിയിട്ട് ഹീറോ ഓടി സ്റ്റാഫ് റൂമിലേക്ക് ചെല്ലാണ്. അവിടെ എല്ലാ കോച്ചസും ഉണ്ട്. അവരോട് ചെന്നിട്ട് നിങ്ങൾ പറ, എൻ്റെ ഭാഗത്ത് എന്തായിരുന്നു എൻ്റെ മിസ്റ്റേക്ക്? എന്തുകൊണ്ട് ഞാനൊരു മതിൽ പോലെ തടസ്സമായിട്ട് അവിടെ നിന്നു? അത് നിങ്ങൾ എനിക്ക് എനിക്ക് മനസ്സിലാവാത്തോടെ ചോദിച്ചേ. എന്നെ സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കേ. എനിക്കിത് ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ എന്ന് നമ്മളുടെ ഹീറോ പറയണം. അതേസമയം നമ്മളുടെ എഫ്രൈൻ്റെ നമ്മളുടെ ബസ് സ്റ്റോപ്പിൽ കാണിക്കുകയാണ്. അവിടെ നമ്മളുടെ ആൻഡ്രിയും ഹനയും ഇരിക്കുകയാണ്. അവർ ഹോസ്റ്റലിലേക്ക് പോകാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോഴത്തേക്കും എന്താണ്, ഹനയോട് ആൻഡ്രി ചോദിക്കുകയാണ്, അതായത് നീ എന്തുകൊണ്ടാണ് നമ്മളുടെ ഹീറോ ആയിട്ടുള്ള ഔവനെ ഇത്ര അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നതെന്ന്, പ്രധാനമായിട്ട് കാണുന്നതെന്ന് എനിക്ക് മനസ്സിലായി. കാരണം നിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പ്ലെയറും അവനും കളിക്കുന്നത് ഒരേപോലെ അല്ലേ? അതായത് എന്ന് പറയുമ്പോഴേ അവൾക്ക് ഭയങ്കരമായിട്ട് ബ്ലഷ് ആവാണ്. എന്തോ ഭയങ്കര പീക്ക് ഫീലിംഗ് പോവാണ്. എന്താന്ന് പറഞ്ഞു നോക്കിയാൽ അവളുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ഐഡൽ ദാ വന്ന് നിൽക്കുന്നു. ഐഡൽ മീൻസ് ഫുട്ബോളിൽ. ആൻഡ്രി പോയ ഹനയുടെ പുറകെ ഒളിച്ചിരിക്കുകയാണ്. ഹന ചോദിക്കുകയാണ് എന്താ സംഭവം എന്ന്. നോക്കുമ്പോൾ നമ്മൾ ടട്സിയ ഫുക്കൂരയാണ് വന്നിരിക്കുന്നത്. ടട്സിയെ കണ്ടതും ഹന ഓടി അങ്ങോട്ട് ചെല്ലാണ്. ഇത് വെച്ച് കൈഡോ പെങ്കൊച്ചല്ലേന്ന് ചോദിക്കുമ്പോൾ കൈഡോ അല്ല, എൻ്റെ പേര് ആൻഡ്രി എന്നാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഭയങ്കര ഫാനാണ്, സൂപ്പറാണ്, താങ്കൾ ഭയങ്കര സൂപ്പറായിട്ട് കളിക്കാറുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഓരോരോ മൂവ്സും എത്ര സൂപ്പറാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സ്പീഡിൽ പറയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ടട്സിയ പറയാണ്, നീ അത്രയും വലിയ ഫാനാണോ? എന്തായാലും കൊള്ളാം. ആൻഡ്രി പറയാണ്, നിങ്ങൾ ജപ്പനീസ് മൈറ്ററാണ്, അത്രയ്ക്കും സൂപ്പറാണെന്ന് പറയാണ്. അപ്പം ഹനയാണെങ്കിൽ ഇങ്ങനെ ആലോചിക്കുകയാണ്. ഇപ്പോൾ ആൻഡ്രി പറഞ്ഞില്ലേ, അതായത് ഇവളുടെ ചേട്ടനായിട്ടുള്ള ടട്സിയെയും അതുപോലെ തന്നെ നമ്മുടെ ഹീറോ ഔവയും കളിക്കുന്നത് ഒരുപോലെയാണെന്ന്. അപ്പോൾ അവൾ ആലോചിക്കുകയാണ്, ശരിക്കും കളിക്കുന്നത് മാത്രമല്ല ഒരുപോലെ, അവരുടെ കണ്ണിലുള്ള ഒരിക്കലും തോക്കില്ല എന്ന വാശി. ഞാൻ ആദ്യമായിട്ട് നമ്മളുടെ ടട്സിയ ഫുക്കൂരനെ കാണുന്നത് ഹനയുടെ അച്ഛൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ്. ഹനയുടെ അച്ഛൻ്റെ സെക്കൻഡ് വൈഫാണ് നമ്മളുടെ ടട്സിയയുടെ അമ്മ. ഓക്കെ, അപ്പൊ ഇവര് യഥാർത്ഥത്തിൽ സിബ്ലിങ്സ് അല്ല, പക്ഷേ ഇവരെന്താണ് സ്റ്റെപ്പ് സിസും സ്റ്റെപ്പ് ബ്രദറുമാണ്. നമ്മളുടെ ഹനയ്ക്ക് ആദ്യം തന്നെ നമ്മളുടെ ടട്സിയെ കണ്ടപ്പോൾ അവൻ്റെ കണ്ണാണ് ശ്രദ്ധ വന്നത്. ആ കണ്ണിൽ ഒരിക്കലും തോക്കില്ല എന്ന ഒരു കണ്ട് ഐ ലവ് യു എന്ന് നമ്മളുടെ ഹന പറയുമ്പോൾ, ആണോ ഇനി ഞാൻ എന്നും നിന്റെ കൂടെ ഉണ്ടായിരിക്കും എന്ന് നമ്മളുടെ ടട്സിയെ പറയും. ഞാനിപ്പോൾ സേഫായിട്ട് ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇനി പോയി ഭയങ്കര ധൈര്യമായിട്ട് എനിക്ക് എല്ലാ മാച്ചിലും പങ്കെടുക്കാമല്ലോ എന്ന് നമ്മളുടെ ടട്സിയെ പറയാണ്. അന്ന് അദ്ദേഹത്തിൻ്റെ കണ്ണിൽ കണ്ട ഫയർ, അതേ ഫയറാണ് ഔവയുടെ കണ്ണിൽ ഒന്ന് പറയണം. അപ്പോഴാണ് സാക്കുച്ചിമ്മ അങ്ങോട്ട് വന്നിട്ട് ഒരു അത്യാവശ്യ കാര്യമുണ്ടോ ഒന്നും വാന്നും പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് പോകുന്നത്. ചെന്ന് നോക്കുമ്പോൾ ഹീറോ ഭയങ്കരമായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താ സംഭവം ചോദിക്കുമ്പോൾ ഡാറ്റ അഡ്വൈസ് കൊടുത്തു കിക്ക് ചെയ്ത് നോക്കാൻ. അത് പ്രോപ്പർ അല്ല എന്ന് പറഞ്ഞു. എന്താ റീസൺ എന്ന് പറഞ്ഞു ചോദിക്കുമ്പോൾ ഇല്ല, അതൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല, ജസ്റ്റ് ഇത് ചെയ്യാൻ മാത്രമേ ഹീറോനോട് പറഞ്ഞിട്ടുള്ളൂ. ഹീറോ അപ്പം തുടങ്ങിയ പ്രാക്ടീസ് ഇപ്പം വരെ നിർത്തിയിട്ടില്ല എന്ന് പറയാണ്. അത് കണ്ടിട്ട് നമ്മളുടെ ഹന പറയാണ്, അവൻ അത്
കിട്ടുന്നത് വരെ, അവനത് മനസ്സിലാവുന്നത് വരെ അവൻ അത് നിർത്തത്തില്ലെന്ന്. അതത്ര ഈസി അല്ലെന്ന് ആൻഡ്രൂ പറയാണ്. ടച്ച് ആലോചിക്കുകയാണ്, ശരിക്കും അവനെ ഇനി പറഞ്ഞാൽ പിടിച്ചു നിർത്താനൊന്നും പറ്റില്ല. ഇനി നമ്മളൊന്ന് ആലോചിക്കുകയാണെങ്കിൽ ഇത് തന്നെയാണ് ഹീറോയ്ക്ക് കൊടുക്കേണ്ട ബേസിക്സ്. വൺ ടച്ച് പാസിനേക്കാളും മുന്നേ ഇത് പറഞ്ഞു കൊടുക്കണമായിരുന്നു. ഇതുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് ഹീറോയ്ക്ക് വൺ ടച്ച് പാസ് ചെയ്യാം. എന്താ ഇതിലുള്ള ടാക്ടിക്സ് എന്ന് നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ അറിയാം. അങ്ങനെ നമ്മളുടെ ചേട്ടനെ രാത്രി ഹീറോ വിളിക്കുമ്പോൾ ഹീറോ ആണെങ്കിൽ ചേട്ടനോട് ചോദിക്കുന്നുണ്ട് എത്ര രൂപയാവും ഇവിടുത്തെ മൊത്തത്തിലുള്ള ഫീസ്, അതൊന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ ചേട്ടൻ പറയാണ് എനിക്ക് അമ്മയുടെ കൊടുക്കാമെന്ന്. വേണ്ട, ഞാൻ സംസാരിക്കാനൊരു മൂഡിലല്ല, നീ പറ എത്ര രൂപയാവും നീ പറയാന്ന് പറയാണ്. അപ്പോഴത്തേക്കും ചേട്ടൻ പറയാണ് എൻ്റെ കണക്കെന്ന് പറയുമ്പോൾ തന്നെ അമ്മ ബുക്ക് എടുത്ത് കൊടുക്കുകയാണ്. ചേട്ടൻ അത് നോക്കിയിട്ട് പറയാണ് മൊത്തത്തിൽ ഒരു 3 ലക്ഷം ഞാൻ ആവുന്നുണ്ട്, അത്രത്തോളം പൈസയാണ് അവിടെ പോകുന്നതെന്ന്. ഒരു വർഷത്തേക്കാണോ ചോദിക്കുമ്പോൾ അതെ, ഒരു വർഷത്തേക്ക്. ഹോസ്റ്റലിൽ ഇത്ര, ഫുഡിന് ഇത്ര, അതുപോലെ തന്നെ ഗ്രൗണ്ടിന് ഇത്ര, നിൻ്റെ സ്റ്റഡീസിന് ഇത്ര, അങ്ങനെ ഇത്രയും മൊത്തത്തിൽ 3 ലക്ഷം ഞാൻ വരുന്നുണ്ടെന്ന് പറയാണ്. ഓ അത്രയുണ്ടല്ലോ, ഇത് ഈ കടം ഞാൻ വീട്ടിലിരിക്കും, ഉറപ്പായിട്ടും ഞാൻ ഇത് വീട്ടിലിരിക്കുമെന്ന് ഉറച്ച് പറയുന്നത് കാരണം ഇത് അമ്മ കേൾക്കുകയാണ്. അമ്മ ഫോൺ വാങ്ങിച്ചിട്ട് പറയാണ് നീ അതൊന്നും ആലോചിക്കണ്ട, നീ നിന്റെ കാര്യം നോക്ക് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്, അത് കട്ട് ചെയ്ത് വെക്കാണ്. കെറ്റ്സു പറഞ്ഞതുകൊണ്ടാണ് ഹീറോ ഇത്ര ഇതായിട്ട് നിൽക്കുന്നത് കേട്ടോ. ടോകേഷി ഇതെല്ലാം കേൾക്കുന്നുണ്ട്, ഹീറോ സംസാരിക്കുന്നതും ഇപ്പോൾ ഉള്ള കാര്യങ്ങളെല്ലാം. അങ്ങനെ അടുത്ത ദിവസം ഗ്രൗണ്ടിൽ കാണിക്കുകയാണ് ഹീറോയുടെ പാസിംഗ് ഒന്നും ഒട്ടും പ്രോപ്പർ അല്ല. ടീം മെമ്പേഴ്സ് ഒക്കെ ആകെ പ്രശ്നം ഉണ്ടാക്കുകയാണ്. നീ പാസ് ചെയ്യുന്നത് ഞങ്ങൾക്ക് റിസീവ് ചെയ്യാൻ പറ്റുന്നില്ല, ഭയങ്കരമായിട്ട് ബോൾ വൈബ്രേറ്റ് ചെയ്യാണ്, അതിങ്ങനെ എത്തുന്നതിന് മുമ്പ് സ്റ്റോപ്പ് ആവുകയാണെന്ന്. ശരിക്കും ഇത് തന്നെയാണ് ഹീറോയുടെ പ്രശ്നം. അതായത് അവൻ പാസ് ചെയ്യുന്നത് അപ്പുറത്തുള്ളവർക്ക് റിസീവ് ചെയ്യാൻ പറ്റുന്നില്ല. ആ ബോള് ഭയങ്കരമായിട്ട് വൈബ്രേറ്റ് ചെയ്താണ് പോകുന്നത്. നൈസായിട്ടുള്ളൊരു പാസ് അല്ല അത് കാരണമാണ് വൺ ടച്ച് പാസ് പോലും ഹീറോയ്ക്ക് പ്രോപ്പർ ആവാത്തത്. ഹൈറാന്ന് വെച്ചാൽ അങ്ങോട്ട് വന്നിട്ട് പറയാണ്, അതായത് നിങ്ങൾ അവനെ വഴക്ക് പറയാതെ, അവൻ്റെ ഇത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് കുറേ ശ്രമിക്കുന്നുണ്ട്, എന്തൊക്കെ പറയണം നമ്മളെക്കാൾ കൂടുതൽ അവൻ പ്രാക്ടീസ് എടുക്കുന്നുണ്ട് എന്ന് പറയണം. അതെങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ അവൻ നൈറ്റ് ഫുള്ള് പ്രാക്ടീസാണ് എന്നിവിടെ പറയാണ്. അതേപോലെ തന്നെയാണ് ഹീറോ ഇപ്പോൾ ഒരാഴ്ചയായി ഈ സംഭവം ഡാറ്റ പറഞ്ഞിട്ട് ഇതുവരെ അവന് പ്രോപ്പർ ആയിട്ടില്ല, എന്നാലും പ്രാക്ടീസ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്ത് അവനെ കൊണ്ട് ഒട്ടും പറ്റുന്നില്ല. ഇത് ഒരു രീതിയിലും ആ ബോള് അവൻ അങ്ങനെ ബോളിൽ കിക്ക് ചെയ്യുമ്പോൾ അത് അടിച്ച് തിരിച്ചു വരുമ്പോൾ അവൻ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ അത് വന്നല്ല, അത് തീരെ വൈബ്രേറ്റ് ആവാതെ പ്രോപ്പറായൊരു പാസ്സായി എന്ന് പറയാൻ പറ്റും. പക്ഷെ അത് വൈബ്രേറ്റ് ചെയ്ത് മാറിയാ പോകുന്നത്. ഇത് ശരിയാവുന്നില്ല എന്ന് ഹീറോ ആകെ പ്രശ്നം വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒറ്റോമോയും അതുപോലെ തന്നെ ടാച്ചുബാനയും അങ്ങോട്ട് വരുന്നത്. ഹീറോ ആണെങ്കിൽ ഒറ്റോമോനെയും ടാച്ചുബാനേനെയും കണ്ടിട്ട് ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ അവർ ചോദിക്കുകയാണ് എന്താണ് രാത്രി ഒരു പ്രാക്ടീസ് എന്ന് ചോദിക്കുകയാണ്. ഹീറോ പറയാണ് നിങ്ങൾ എന്നെ സഹായിക്കാൻ വന്നതാണോ? നിന്നെ സഹായിക്കാനല്ല, നിനക്ക് ഞങ്ങൾ എത്ര നിന്നേക്കാൾ ബെറ്റർ ആണെന്ന് കാണിക്കാൻ വന്നതാണ്. എപ്പോഴും നീ അല്ല ഗ്രൗണ്ടിൽ സ്റ്റാർ ആവുന്നത്, എന്നാൽ നീ ഇനി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഞങ്ങൾ നിന്നേക്കാൾ എത്ര ബെറ്റർ ആണെന്ന് എന്നും പറഞ്ഞ് അവർ 3 പേരും പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുകയാണ്. ഇതെല്ലാം ടോകേഷി കാണുന്നുണ്ട്. അടുത്ത ദിവസം നിൽക്കാൻ പോലും വയ്യാതെ ഹീറോ വിറയ്ക്കാണ്, കാരണം അവൻ അത്രത്തോളം എനർജി ഇല്ല. ഡാറ്റ പറയാണ് ചില ആൾക്കാർ ഇങ്ങനെ ഈ ഉറങ്ങാതെ പ്രാക്ടീസ് ചെയ്യുന്നു, ഫുഡ് കഴിക്കാതെ പ്രാക്ടീസ് ചെയ്യുന്നു, അതുപോലെ തന്നെ രാത്രി ആവശ്യമില്ലാതെ ഗ്രൗണ്ടിൽ ഇറങ്ങി വേറെ പിള്ളേരെയും കൂടെ പിടിച്ചുകൊണ്ട് വന്ന് പ്രാക്ടീസ് ചെയ്യുന്നു. ഒന്ന് നീയാണെന്ന് ഞാൻ അറിഞ്ഞു ആണോ എന്ന രീതിയിൽ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഞാനല്ല എന്ന രീതിയിൽ ഹീറോ പോവാണ്. സാക്കുഷിമ പറയണ ആരായാലും ശരി, അതൊന്നും ഒരു ബാധിക്കുന്ന കാര്യമല്ല. ഇപ്പോൾ എത്ര പ്രാക്ടീസ് എടുത്താലും ഗെയിമിൽ കളിക്കുമ്പോൾ സ്റ്റാമിന വേണം. രാത്രി ഫുള്ളോ രാവിലെ ഫുള്ളോ നടന്നോ കിടന്നോ നിന്നോ എങ്ങനെ പ്രാക്ടീസ് എടുത്താലും ഗെയിമിൽ കളിക്കുമ്പോൾ സ്റ്റാമിന ബാക്കിയുള്ള രീതിയിൽ വേണം പ്രാക്ടീസ് എടുക്കാൻ. ആരാണ് ആ മരമണ്ടനായാലും എന്ന്. അല്ല, ഹീറോ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ ഇരിക്കുകയാണ്. അപ്പോഴാണ് ഹൈറോ വന്ന് അങ്ങോട്ട് സംസാരിക്കുന്നത്. ഹൈറോ ചോദിക്കുകയാണ്, അതായത് ഹീറോ നീ ഒരുപാട് പ്രാക്ടീസ് എടുക്കുന്നുണ്ടെന്നറിയാം, എന്നാലും നീ പ്രാക്ടീസ് എടുക്കുന്നത് പ്രോപ്പർ അല്ലാത്തത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ നിനക്ക് ഇത് ശരിയാവാത്തത്. ഞാനൊന്നും അത്ര നന്നായിട്ട് ബേസിക്സ് പറഞ്ഞിരുന്ന ഒരാളല്ല, പക്ഷേ എനിക്ക് തോന്നുന്നു ടോകേഷിക്ക് നിനക്ക് നന്നായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. നിന്റെ റൂംമേറ്റ് അല്ലേ, നീ ഒന്ന് സംസാരിച്ച് നോക്കെന്ന് പറയുമ്പോൾ ഞാനിതുവരെ അവരെ കണ്ടിട്ട് പോലും ഇല്ല റൂമിൽ, പിന്നെ സംസാരിക്കുന്നേ എന്ന് ഹീറോ പറയാണ്. ഇതെല്ലാം നമ്മളുടെ ടോകേഷി കേൾക്കുന്നുണ്ട്. അന്നേ ദിവസം രാത്രി ഒറ്റോമോയും ടാച്ചുബാനയും ഹീറോയുടെ കൂടെ ട്രെയിനിങ്ങിന് ഇറങ്ങാൻ പോകുമ്പോൾ ഹീറോ പറയാണ് നിങ്ങൾ എൻ്റെ കൂടെ ട്രെയിൻ ചെയ്യണമെന്നില്ല, കാരണം ഞാൻ ചുമ്മാ പ്രാക്ടീസ് ചെയ്യല്ലേ, അതൊരു ട്രെയിനിങ് ഒന്നും അല്ല, കാരണം ഞാൻ ഒട്ടും തന്നെ പ്രോ ഒന്നും അല്ല. അതുകൊണ്ട് പിന്നെ സാർ പിടിച്ചു, ഡാറ്റ പറഞ്ഞായിരുന്നു, അതുകൊണ്ട് നിങ്ങളെ കൂടെ കുഴപ്പമാകില്ല, ഞാൻ ഇനി കുറച്ച് ദിവസത്തേക്ക് ഇല്ല, നമുക്ക് ഇറങ്ങണ്ടെന്ന് പറയാണ്.
ഇത് കേട്ട് അവന്മാരെ റൂമിൽ പോയി കിടന്ന് ഉറങ്ങാണ്. ആ ടൈമിൽ ഹീറോ എന്ത് ചെയ്യാണ്, എല്ലാവരും ഉറങ്ങിയെന്ന് മനസ്സിലായതിനു ശേഷം ബോളും എടുത്ത് ഇറങ്ങാൻ പോവാണ്. അത് കണ്ട് ടോഗേഷി പറയാണ്, കൊള്ളാം, നീ എല്ലാവരെയും പറഞ്ഞു വിട്ടിട്ട് ഒറ്റയ്ക്ക് ട്രെയിനിങ് എടുക്കാൻ പോവാണോ? നിനക്ക് തന്നെ അറിയാം ഇത്രയും ട്രെയിനിങ് എടുത്ത്, അതായത് ഇത്രയും പ്രാക്ടീസ് ചെയ്തതിന് ശേഷം നാളെ രാവിലെ സാറ് ഗ്രൗണ്ടിൽ വിളിക്കുമ്പോൾ ചെന്ന് നിന്ന് ആ ഒരു നീ ഒന്ന് ഫ്രഷപ്പ് ആവാൻ തന്നെ, അല്ലെങ്കിൽ നീ ഒന്ന് എന്താണ് സ്ട്രെച്ചിങ് ചെയ്യാൻ തന്നെ എടുത്തുന്ന ബുദ്ധിമുട്ട്, പിന്നെ എന്തിനാണ് നീ ഇതൊക്കെ ചെയ്യുന്നതെന്ന്. സത്യത്തിൽ എനിക്ക് ഇവിടെ ഉള്ളവരെ വെച്ച് നോക്കിയാൽ ഞാൻ ഒന്നുമല്ല. ഇവിടെ ശരിക്കും എൻ്റെ നാട്ടിലൊക്കെ ഞാൻ ഭയങ്കര സംഭവമായിട്ടാണ് ഇവിടെ വരുന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോഴെനിക്ക് മനസ്സിലായി എന്നെക്കാൾ ഒരുപാട് ആൾക്കാർ നന്നായിട്ടുണ്ട്. അവരുടെ കൂടെ പിടിച്ചു നിൽക്കണം, അല്ലെങ്കിൽ ഒരു ടീമിന് ഒരു ഭാരമായിട്ട് തോന്നരുത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത്. ഹീറോ ചോദിക്കുകയാണ്, എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന്. അപ്പോൾ ടോഗേഷി പറയാണ്, അതിങ്ങനെ ഞാൻ എന്തിനാ ഹെൽപ്പ് ചെയ്യുന്നത്? നിങ്ങൾ എന്നെക്കാൾ ഒരുപാട് ബെറ്ററാണ്, നിങ്ങൾ സൂപ്പറാണ് സീനിയർ, സൂപ്പറാണ്, നിങ്ങൾ സൂപ്പറായിട്ട് കളിക്കുമെന്ന് എനിക്കറിയാമെന്നൊക്കെ പറയുമ്പോൾ സീനിയർ എന്നൊക്കെ വിളിച്ചത് കേട്ട് ആകെ മൊത്തത്തിൽ ഇതായിട്ട് നമ്മൾ ടോഗേഷി ഉറപ്പായിട്ടും ഞാൻ ചെയ്യാം, എനിക്ക് നിന്നെ ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് വെച്ചാണ് ഈ എപ്പിസോഡ് തീരുന്നത്. അങ്ങനെ ഒരു നെക്സ്റ്റ് എപ്പിസോഡിൽ കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.